അദ്ദേഹത്തിനോടുള്ള അത്രയും ഒരു സ്നേഹമാണ് ഈ വാർദ്ധക്യത്തിലും അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങലിലൂടെ വന്നത് അല്ലേ? ഞാൻ കരഞ്ഞുപോയി. ഞാൻ ലോറൻസ് ചേട്ടൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആളാണ്. സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങൾക്കും എന്നെ വിളിച്ചിട്ടാണ് പോവാറുള്ളത്. പിന്നെ ഈ പലരും അനുസ്മരിച്ചിരിക്കുമ്പോൾ പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എറണാകുളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സജീവ പ്രവർത്തന, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയന്റെ. നമസ്കാരം. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കടുത്ത വിഭാഗീയതയുടെ ഇരയായിരുന്ന MM ലോറൻസ് എന്ന നേതാവ് ഇന്ന് അന്ത്യയാത്രയായിരിക്കുന്നു. കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് നിർത്താൻ അഹോരാത്രം പ്രയത്നിച്ച ഒരു നേതാവായിരുന്നു MM ലോറൻസ്. എറണാകുളം ജില്ലയിലെ ഇന്ന് കാണുന്ന എല്ലാ വികസനങ്ങൾക്കും ഒരു പരിധിവരെ ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു MM ലോറൻസ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ എറണാകുളം ജില്ലയിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി എറണാകുളം ജില്ലയിൽ വളർന്നു വരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് MM ലോറൻസ്. ഈ അദ്ദേഹത്തിൻ്റെ മരണനാൾ, അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമകാലത്തും അദ്ദേഹം ഇന്ന് മരണപ്പെടുമ്പോൾ പോലും, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും അദ്ദേഹത്തിന് ഇന്ന് പാർട്ടിക്കകത്തും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിലും ഉണ്ടായ പ്രശ്നങ്ങൾ എന്നും കേരളം ഓർക്കും. ഇന്ന് വരെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇതുവരെ ഉണ്ടാകാത്ത കോലാഹലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പാർട്ടിയും തമ്മിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാർദ്ധക്യകാലത്തും അല്ലാതെ പാർട്ടിയിൽ സജീവമായിരുന്ന കാലത്തും അദ്ദേഹത്തോട് CPM എന്ന് പറയുന്ന പാർട്ടി കാണിച്ചിരുന്ന കടുത്ത ഒരു മാറ്റി നിർത്തൽ അദ്ദേഹത്തിൻ്റെ മക്കൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ആശ ആയിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹം പറഞ്ഞ പ്രകാരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഹൈക്കോടതിയുടെ ഉത്തരവ് വാങ്ങി ആ ഭൗതിക ശരീരം ആശുപത്രിയിലേക്ക് മാറ്റുന്നത് വരെയുള്ള കുടുംബാംഗങ്ങളും പാർട്ടിയും തമ്മിലുള്ള വടംവലി ഉണ്ടായിരുന്നു. ഒരു വേള നാം പറയുമ്പോൾ ആശ എന്ന അദ്ദേഹത്തിൻ്റെ മകൾക്ക് തൻ്റെ അച്ഛനോട് CPM എന്ന പാർട്ടി കാണിച്ചിരുന്ന മാറ്റി നിർത്തൽ എന്നും അവർ ഓർത്തിരിക്കാം. അതുകൊണ്ടായിരിക്കാം MM ലോറൻസിൻ്റെ ഭൗതിക ശരീരത്തോട് പാർട്ടി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കൂറിനെ എതിർത്തതെന്ന് കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം മുതൽ വളരെ ചടുലമായ നീക്കങ്ങൾ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ MM ലോറൻസ് എന്ന് പറയുന്ന യുവ നേതാവ് എറണാകുളത്ത് നിറഞ്ഞു നിന്നതിൻ്റെ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പല നേതാക്കളും പറഞ്ഞു. പ്രമുഖ എഴുത്തുകാരായ NS മാധവൻ തുടങ്ങി മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ വരെ അദ്ദേഹത്തെ ഓർത്തു. എറണാകുളം ജില്ലയ്ക്ക് എന്നല്ല, കേരളത്തിന് അദ്ദേഹം എന്ന ട്രേഡ് യൂണിയൻ നേതാവിനെ, അദ്ദേഹം എന്ന CPM നേതാവിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ ഈ പ്രദേശത്തുകാരനല്ല, ഞാൻ മാഹിന്ന് വന്നത്. 65 കൊച്ചിൻ കോർപ്പറേഷനാകുന്നതിൻ്റെ മുമ്പിട്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫാക്ടറിയിൽ ജോലിയായിരുന്നു, മലബാർ ഹൗസിൽ. മലബാർ ഹൗസിൻ്റെ അടുത്ത് മേഫീൽഡ് റബ്ബർ ഫാക്ടറി എന്ന് പറഞ്ഞു. അവിടെ 12 മണിക്കൂറായിരുന്നു പണി. അങ്ങനെ 5 കൊല്ലം കടന്നുപോയി. പിന്നെ എനിക്ക് ചെറിയൊരു രാഷ്ട്രീയ കൂറുള്ളത് കൊണ്ട് ഞാനിപ്പം പാർട്ടി ഓഫീസിലെല്ലാം പോകാറുണ്ട്. സഖാവിനെ കാണാറുണ്ട്, DK രാമകൃഷ്ണൻ സഖാവിനെ കാണാറുണ്ട്, വിശ്വനാഥ മേനോൻ സാർ, എല്ലാവരെയും കാണാറുണ്ട്. അപ്പോൾ സഖാവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സംഘടിക്കണം. അന്ന് മാഹി തലശ്ശേരിയിലുള്ള ആൾക്കാരെ ജോലിക്കുള്ള ഇവിടെ, ഞാനും മാഹിക്കാരനാണ്. പക്ഷേ എല്ലാവരും സംഘടിക്കില്ല. വെച്ചാൽ ഭക്ഷണം, താമസം എല്ലാം ഫ്രീയാണ്. 12 മണിക്കൂർ ജോലി. ഏത് കമ്പനിയായിരുന്നു അത്? മേഫീൽഡ് റബ്ബർ ഫാക്ടറി. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് എറണാകുളത്ത് എവിടെയായിരുന്നു? എറണാകുളത്ത് മലബാർ ഹൗസിൻ്റെ അടുത്തായിരുന്നു ആദ്യം മേഫീൽഡ് റബ്ബർ ഫാക്ടറി. ആ കെട്ടിടം ഇന്നുണ്ട്. ഖദീജ ബിൽഡിംഗ്. അപ്പോൾ അങ്ങനെ സംഘടിച്ച് ഞങ്ങളെ സഖാവിനെ പ്രസിഡൻ്റാക്കി. അന്ന് K ബാലേന്ദ്ര മേനോൻ ഞങ്ങൾക്ക് വേണ്ടി ബയലോ എല്ലാം എഴുതി തന്നു.
അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു നമുക്ക് കെ രാജൻ സഖാവിനെ മതി മറ്റേ വല്ലതും. അപ്പോൾ ഞാൻ പറഞ്ഞു സഖാവിനെന്താ തെറ്റ്? അപ്പോൾ പറഞ്ഞു തെറ്റൊന്നുമില്ല, എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് 92 ആൾക്കാരുണ്ടായി. അതിൽ 60 ചില ആൾക്കാരും യൂണിയനിൽ ചേർന്നു. എറണാകുളം റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് വർക്കേഴ്സ് യൂണിയൻ രൂപീകരണപ്പെട്ടു. അങ്ങനെ ഇത് കൊടുത്തേരെ മുതലാളി വിളിപ്പിച്ചിട്ട് ഞങ്ങളോട് വിളിപ്പിച്ചു, ലേബർ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചു, ആലുവ ലേബർ ഓഫീസ് വിളിപ്പിച്ചേരെ പറഞ്ഞു, ഞങ്ങൾ 2-3 ആളെയാ കണ്ണിൽ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരും. 8 മണിക്കൂർ ജോലിയാണ്, ഓക്കെ. ശമ്പള വർധനവാ, ഓക്കെ. ഞങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾക്ക് സഖാവിനെ വിടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡിമാൻഡെല്ലാം കൊടുത്തു. 8 മണിക്കൂർ ജോലിയായി, ശമ്പള വർധനവായി, എല്ലാം ആയി. പിന്നെ കോർപ്പറേഷനായതിന് ശേഷം ഈ പൊല്യൂഷൻ്റെ പ്രശ്നം വന്നേരെ അവിടെ പറ്റില്ല. അന്ന് EMS ആയിരുന്നു അവിടെ കോർപ്പറേഷൻ ഉദ്ഘാടനം ചെയ്തതിന് ഒരു നവംബറിൽ 1-ാം തീയതി. അപ്പോൾ നോട്ടീസ് വന്നു കമ്പനിക്ക്. അങ്ങനെ ആലുവയിൽ ഇടത്തലയിൽ പോയി മുതലാളി 2 പാർട്ട്ണർമാരാണ്, രണ്ടും അടുത്തടുത്തുള്ള പാർട്ട്ണർമാരാണ്, ഒന്ന് മാഹിയും ഒന്ന് ബാനൂർ. അങ്ങനെ അവിടെ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി അവിടെ ഫാക്ടറിയാക്കി. അങ്ങനെ അവിടെ പോയി. അപ്പോൾ നിങ്ങൾ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ വലിയ പങ്ക് വഹിച്ചു. ഒന്നാം നമ്പർ വെച്ചാൽ ശരിക്കും അതിൻ്റെ എഫക്റ്റ് തൊഴിലാളിയെ ആദ്യം തന്നെ ശരിക്കും ഒരു തൊഴിലാളി തന്നെയാണ്, ശരിക്കും ഒരു കറകളഞ്ഞ തൊഴിലാളിയാണ്. അപ്പോൾ അതിന് ശേഷം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പ്രാദേശികത്വം വന്നു. അവിടെയുള്ള ആൾക്കാരെ എടുക്കുന്നില്ല എന്നുള്ളതിൽ വന്നപ്പോൾ അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ കുറച്ച് അവിടെ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായി. അപ്പോൾ അവിടെ അടി നടന്നു. അപ്പോൾ ഞങ്ങൾ പോയി ആശുപത്രി കിടന്നു, താലൂക്ക് ആശുപത്രിയിൽ ആലുവയിൽ. അപ്പോൾ ഞാനും ജമാലുദ്ദീൻ എന്ന് പറഞ്ഞ പിന്നെ ഡൽഹിയിലാണുള്ളത്, അത് പോയി കിടന്നു. അപ്പോൾ സഖാവിനെ വിളിച്ച് യൂണിയൻ അറിയിച്ച് വന്ന് ആലുവയിൽ കുരിപ്പാൽ മുസ്തഫ എന്ന് പറഞ്ഞൊരു ധനാഢ്യനും നേതാവും എല്ലാം കൂടി ആയ ഒരു വ്യക്തി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് സഖാവ് ഒരു ഒത്തുതീർപ്പിലെത്തി. ഇനി അതുണ്ടാവില്ല. ഏതായാലും അദ്ദേഹത്തിനോടുള്ള അത്രയും ഒരു സ്നേഹമാണ് ഈ വാർദ്ധക്യത്തിലും അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങലിലൂടെ വന്നത് അല്ലേ? ഞാൻ കരഞ്ഞുപോയില്ല. ഞാൻ ലോറൻസ് ചേട്ടൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആളാണ്. സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങൾക്കും എന്നെ വിളിച്ചിട്ടാണ് പോവാറുള്ളത്. പിന്നെ ഈ പലരും അനുസ്മരിച്ചിരിക്കുമ്പോൾ പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സലീം രാജൻ റോഡിലെ മേൽപ്പാലം അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. സലീം രാജൻ റോഡിലെ മേൽപ്പാലം. അതിന് പിന്നെ ALJക്ക് അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു ഞാൻ. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ അകത്ത് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും പരിശ്രമം കൊണ്ടൊരു 10-20 കൊല്ലം കൊണ്ടാണ് ആ മേൽപ്പാലം സാധിച്ചത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു സംഭവം. സലീം രാജ് റോഡിലെ KSRTC സ്റ്റാൻഡ്. അത് ആരും പറയാത്തതും എടുത്ത് പറയേണ്ടത് ഒരു കാര്യം. കൊച്ചിയുടെ വികസനത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ച കൊച്ചിയുടെ വികസനത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ്. കാരണം കൊച്ചിയിലെ അറിയാലോ, എൻ്റെ ഫാദർ കമ്മ്യൂണിസ്റ്റായിരുന്നു. ചെറുപ്പത്തിലേ തുടങ്ങി അന്നൊക്കെ വീട് മേൽക്കൂര മേയാൻ ഭൂമിയുള്ളവർ കുറവാണ്. അവർക്ക് മേൽക്കൂര മേണ മുതലാളിൻ്റെ അനുവാദം വേണം. അപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ ഇടപെടാനും അവരുടെ മേൽക്കൂര ജീവിതം മെച്ചപ്പെടുത്താനും പരിശ്രമിച്ച ഏറ്റവും വലിയ മകനാണ്. പക്ഷേ അതേ സമയത്ത് പുള്ളിയെ പറ്റി ഒരുപാട് അപവാദങ്ങൾ, മുഴുവൻ പർവ്വതങ്ങളുടെ കണക്കിനുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും പുള്ളി ഒരു അഴിമതിക്ക് അതീതനായിരുന്നു. അത് പാർട്ടിക്കകത്തുണ്ടായ രാഷ്ട്രീയ അപവാദമല്ലേ ഉള്ളൂ? അല്ല, ഞാൻ പറഞ്ഞത് പാർട്ടിക്കുള്ള അപവാദത്തിൻ്റെ അല്ല, സാമ്പത്തികമായി പുള്ളി അങ്ങനെയൊക്കെയുള്ള അഴിമതിക്കാരനാണെന്ന് എല്ലാവരും പറഞ്ഞു വരുത്തിയിരുന്നു. പക്ഷെ ഉള്ളൂർ അഴിമതിക്കുന്നുണ്ട്. ഇവിടെ ഓടുന്ന ബസ്സുകളൊക്കെ പുള്ളിയുടെ കണക്കിൽ എഴുതി ചേർത്തു. പുള്ളിക്ക് 10 മാരികളുണ്ട്,
പിന്നെ 50 ബസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് സാരഥി എന്നും പറഞ്ഞ് ഇടുക്കിയിൽ നിന്ന് ഓടുന്ന ബസ്സുകൾ പുള്ളിയുടെ പേരിലായിരുന്നു. അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്. അത് പാർട്ടിയിലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു സത്യമല്ല, ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. ഒന്നും ഉണ്ടായി. അദ്ദേഹവുമായി വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടായിരുന്നു അല്ലേ? ഈ 90-ാമത്തെ വയസ്സിലും 95 വളരെ ഊർജ്ജസ്വലനായിരുന്നു അല്ലേ? സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ അടുത്ത നാൾ വരെയും നന്നായിട്ടൊക്കെ പിന്നെ വയ്യാതെ സഖാവാണ്. സഖാവിന്റെ പ്രവർത്തനം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മതി വരാത്ത ഒരുപാട് കാര്യങ്ങളിൽ എറണാകുളത്തിന്റെ പുരോഗതിക്കേണ്ടി ഒരുപാട് എറണാകുളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സജീവ പ്രവർത്തനം, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയന്റെ. എവിടെ സാറുമായിട്ട് എങ്ങനെ ലോറൻസ് സാറുമായിട്ട് ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലുള്ള ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവ് ലോറൻസ് ചേട്ടനാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും ലോറൻസ് ചേട്ടൻ്റെയാണ്. വളരെ കുട്ടിക്കാലം മുതൽ മുളകുകാട് ഇടയ്ക്ക് ലോറൻസ് ചേട്ടൻ വരികയും അദ്ദേഹം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം അവിടെ നടത്തുകയും ചെയ്യും. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളെല്ലാവരും അത് കേൾക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത. ലോറൻസ് ചേട്ടൻ തൻ്റേടിയായിരുന്നു. തൻ്റേതായ ഇടം കണ്ടെത്തുകയും അവിടെ മറ്റാര് എന്ത് അഭിപ്രായം പറയുന്നു എന്ന് നോക്കാതെ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നതാണ് തൻ്റേടിയെങ്കിൽ ലോറൻസ് ചേട്ടൻ തൻ്റേടിയായിരുന്നു. തീർത്തു. ലോറൻസ് ചേട്ടൻ്റെ മറ്റൊരു സ്വഭാവ സവിശേഷത എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളത് അറിവ് സമ്പാദിക്കുന്നതിന് അദ്ദേഹത്തിനുള്ള താല്പര്യമായിരുന്നു. അമിതമായ അത്യാവേശം കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി എങ്കിലും സ്വയാർജിതമായി ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതാനും വായിക്കാനും പറയാനുമുള്ള കഴിവ് അദ്ദേഹം സമ്പാദിച്ചു എന്ന് മാത്രമല്ല, അതിന് പല പുസ്തകങ്ങളെക്കുറിച്ച് വായിച്ചതിന് ശേഷം അതൊക്കെ പറയുകയും അതിൽ ചില പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് എന്നെ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു.